Hi all, this is Meera. Welcome back to HESCOL Maths. 2019 Deputy Collector Examile 20 Maths Menability Questions ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 43/2019. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. First question. In a class, boys and girls are in the ratio 5:3 if the number of boys is 16 more than number of girls. Then the total strength of the class is option A 48, option B 64, option C 56, option D 24. ഇവിടെ പറയുന്നത് ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും റേഷ്യോ അംശബന്ധം തന്നിരിക്കുന്നത് 5:3. ഇനി ഇവിടെ പറയുന്നത് ഗേൾസിന്റെ എണ്ണത്തെക്കാളും 16 കൂടുതലാണ് ബോയ്സിന്റെ എണ്ണം. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിൽ ടോട്ടൽ സ്ട്രെങ്ത് ആൺകുട്ടികളും പെൺകുട്ടികളുടെ ആകെ എത്ര കുട്ടികളുണ്ടെന്ന് കണ്ടെത്താനാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് ഈസി ആയിട്ട് എങ്ങനെ കണ്ടെത്താം? അതായത് നമ്പർ ഓഫ് ബോയ്സ് നമ്പർ ഓഫ് ഗേൾസിന്റെയും ബോയ്സിന്റെയും ഡിഫറൻസ് ആണ് 16 തരിക. അപ്പം 5ഉം 3ഉം ആണ് റേഷ്യോ എങ്കിൽ 5ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ എന്ത് വരും? 2. അപ്പോൾ 2x ആണ് 16. ഇതിൽ നിന്ന് എക്സിന്റെ വാല്യൂ എങ്ങനെ കണ്ടെത്താം? 8 × 2 ആണ് 16, 8 എന്ന് കിട്ടി എക്സ്. ഇനി ഇവിടെ ചോദിച്ചിട്ട് ടോട്ടൽ സ്ട്രെങ്ത് ആണ് 5 + 3 8 ആണ്, 8x ആണ് കാണേണ്ടത്. 8 × x എന്ന് പറയുന്നത് 8 ആണ്, 8 × 8 64 എന്ന് വന്നു. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് നമ്മളിവിടെ പറഞ്ഞത് ബോയ്സിന്റെയും ഗേൾസിന്റെയും റേഷ്യോ 5:3 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ നമ്മളൊരു കോമൺ നമ്പർ എക്സ് എന്ന് എടുത്തു. 5 × x 5x ആണ് ബോയ്സിന്റെ എണ്ണം, 3 × x 3x ആണ് ഗേൾസിന്റെ എണ്ണം എടുത്തു. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഈ 16 എന്ന് പറയുന്നത് ബോയ്സും ഗേൾസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതുകൊണ്ട് തന്നെ 5xൽ നിന്ന് 3x മൈനസ് ചെയ്തതാണ് 2x. 2x = 16. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റെപ്പിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നിന്ന് ഇനി എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടി 16/2 ചെയ്തു. ഇതിന്റെ വാല്യൂ 8 എന്ന് കിട്ടി. ഇനി ഇവിടെ ചോദിച്ചിരുന്ന ടോട്ടൽ സ്ട്രെങ്ത് ആണ്. ഒന്നുകിൽ എന്ത് ചെയ്യണം? ഈ 8 ആണ് എക്സിന്റെ വാല്യൂ എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ബോയ്സിന്റെ എണ്ണം 8 × 5 40 വന്നു, ഗേൾസിന്റെ എണ്ണം 8 × 3 24 വന്നു. ഇത് തമ്മിൽ ആഡ് ചെയ്യുക 64 കിട്ടും. അതൊരു ഈസി എന്ന് പറഞ്ഞാൽ 5x 3x കൂടെ ആഡ് ചെയ്യുന്നതല്ലേ. 5 + 3 8 ആണ്, 8x ആണ് കാണുന്നത്. അതാണ് ഇവിടെ നമ്മൾ കണ്ടെത്തിയത്. 8 × 8 64. ഇവിടുത്തെ ആൻസർ 64 ആണ്, ഓപ്ഷൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. എ ഫാദർ ഈസ് 5 times as old as his son if their total age is 48. The age of the son is option A 7, option B 6, option C 8, option D 40. ഇവിടെ തന്നിരിക്കുന്നത് അച്ഛന്റെ വയസ്സെന്ന് പറയുന്നത് മകന്റെ വയസ്സിന്റെ 5 ഇരട്ടിയാണ്. എഫ് എന്നുള്ളത് അച്ഛന്റെ വയസ്സ്, എസ് എന്നുള്ളത് മകന്റെ വയസ്സ്. അതുപോലെ തന്നെ അച്ഛന്റെയും മകന്റെയും വയസ്സൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 48. ടോട്ടൽ ഏജ് 48 ആണ് തന്നിട്ടുണ്ട്. കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് മകന്റെ വയസ്സാണ്. അതാണ് ഓപ്ഷനിൽ തന്നിരിക്കുക. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന എല്ലാം മകന്റെ വയസ്സാണ്. ഈ മകന്റെ വയസ്സിന്റെ കൂടെ 5 കൂടെ മൾട്ടിപ്ലൈ അച്ഛന്റെ വയസ്സ് കിട്ടും. അപ്പോൾ ഓപ്ഷനിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇപ്പൊ 7 ആണെങ്കിൽ 7 × 5 എത്ര വരും? 35. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 48 കിട്ടത്തില്ല. അതുപോലെ തന്നെ 6ന്റെ കേസ് ആണെങ്കിൽ 6 × 5 30 വരും. 30 + 6 36 ആകത്തുള്ളൂ. 8ന്റെ കേസ് ആണല്ലോ 8 × 5 40 വന്നു, 48 വന്നു. അപ്പം മകന്റെ വയസ്സ് 8 ആണെങ്കിൽ ഈ അച്ഛന്റെയും മകന്റെയും വയസ്സുള്ള 48 കിട്ടുന്നില്ല ആഡ് ചെയ്യുമ്പം. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി അതല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? F + S 48 എന്നറിയാം. എഫ് എന്ന് പറയുന്നത് 5s ആണെന്നറിയാം. അപ്പം എഫിന്റെ സ്ഥാനത്ത് ഞാൻ 5s കൊടുത്തു കഴിഞ്ഞാൽ എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്, 1s എന്നാണ് മീനിങ്. = 48 ആണ്. 5 + 1 6 ആണ്. 6s എന്ന് പറയുന്നത് 48 വരും. ഇതിൽ നിന്ന് എസിന്റെ വാല്യൂ എങ്ങനെ കാണാൻ പറ്റും? ഈ 48 / 6 വരും. 8 × 6 ആണ് 48 വരിക. എസിന്റെ വാല്യൂ 8 എന്ന് കിട്ടി. സണ്ണിന്റെ ഏജ് എന്ന് പറയുന്നത് 8 വയസ്സാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. In how many years ₹5,000 will get a compound interest of ₹1,050 at 10% per annum? Option A 3, option B 5, option C 4, option D 2. ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എത്ര വർഷം കൊണ്ട് 5000 രൂപയ്ക്ക് 10% നിരക്കിൽ 1050 രൂപ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് കൂട്ടുപലിശ കിട്ടുമെന്നാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ഈ 5000ന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പം 5000 ഒന്നുകിൽ 5000 × 10/100 ചെയ്യുക. 5000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100%. ഇതിന്റെ 10% എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കിടക്കുന്ന 0 മാറ്റിയാൽ മതി, 500 രൂപയാണ്. അപ്പൊ നോക്കുക, ഒന്നാമത്തെ വർഷം എത്ര കിട്ടും? 500 രൂപ പലിശ കിട്ടും. 5000ന് 10% പലിശ. രണ്ടാമത്തെ വർഷവും ഈ 500 രൂപ കിട്ടുമല്ലോ. അതായത് ഈ എമൗണ്ടിന്റെ 10% കിട്ടും. പക്ഷെ ഇത് കൂട്ടുപലിശയാണ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ എക്സ്ട്രാ എമൗണ്ട് കിട്ടും. ഇതിന്റെ ഒരു 10% കൂടെ കിട്ടും. പലിശയുടെ പലിശയും കൂടെ കിട്ടും. അതാണ് കൂട്ടുപലിശ അല്ലെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഈ 500ന്റെ 10% എങ്ങനെ കാണാം? 500 എന്ന് പറയുന്നത് ഇനി
500 എന്ന് പറയുന്ന 100% എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ 10% കാണാനും ഇതിൻ്റെ ലാസ്റ്റ് എൻ്റെ ഡിജിറ്റ് മാറ്റിയാൽ മതി, 50 എന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ കിട്ടുക 50 രൂപയാണ് എക്സ്ട്രാ കിട്ടുക. ഇത് ടോട്ടൽ എത്രയായി? 500ഉം 1000 വന്നു. 1000 + 50 1050 വന്നു. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്. അപ്പം 1050 രൂപ കിട്ടാൻ വേണ്ടി 2 വർഷം എടുക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 2 years. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. LCM and HCF of two numbers are 160 and 8 respectively. One of the numbers is 32, then the other number is. Option A 40, option B 30, option C 20, option D 16. ഇവിടെ തന്നിരിക്കുന്ന 2 നമ്പേഴ്സ്, അതിൻ്റെ LCM HCF തന്നു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന റിലേഷൻ എയും ബിയും ആണ് ആ 2 നമ്പർ എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് A × B എന്ന് പറയുന്നത് അതിൻ്റെ LCM × HCFനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഒരു നമ്പർ 32 തന്നിട്ടുണ്ട്. 32 × രണ്ടാമത്തെ നമ്പറാണ് കണ്ടെത്തേണ്ടത്. അതിന് ഞാൻ B എന്ന് കൊടുത്തു. ഇനി ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 160 ആണ്. HCF എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്ത് ഇത് സോൾവ് ചെയ്താൽ മതി, നമുക്ക് ആൻസർ കിട്ടും. ഇവിടെ 8 × 4 ആണ് 32, 4 × 4 ആണ് 16, അപ്പം 4 × 40 ആയിരിക്കും 160. ഇവിടെ ബിയുടെ വാല്യൂ എന്ത് തോന്നുന്നു? 40. അപ്പോൾ ഇവിടെ ഈ കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്ന നമ്പർ 40 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. A number is divided by 35 gives 23 as remainder. If the same number is divided by 7, remainder is. Option A 4, option B 3, option C 5, option D 2. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഏതോ ഒരു നമ്പറിനെ 35 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ലഭിച്ചിരുന്ന റിമൈൻഡർ ശിഷ്ടം എന്ന് പറയുന്നത് 23 ആണ്. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിനെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ലഭിക്കുന്ന റിമൈൻഡർ കണ്ടെത്താനാണ്. ഇവിടെ നോക്കുക, ഇവിടെ ഇപ്പോൾ 35 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ 35 എടുക്കുവാണെങ്കിൽ 35നെ, അതായത് ഇവിടെ 35 വന്നു കഴിഞ്ഞാൽ 35നെ 35 ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എന്തായിരിക്കും? 0 ആയിരിക്കും വരിക. ഈ 35ൻ്റെ കൂടെ ഇവിടെ കിട്ടിയ റിമൈൻഡർ ഞാൻ ആഡ് ചെയ്യുന്നു. 5 + 3 8 വന്നു, 3 + 2 5 വന്നു, 58. ഇനി നോക്കുക, ഈ 58 ആണ് ഈ 35ന് പകരം ഇവിടെ വന്നിരിക്കുക എങ്കിൽ 58 ഡിവൈഡ് ബൈ 35 എന്ന് പറയുമ്പോൾ റിമൈൻഡർ എത്രയായിരിക്കും? 23 ആയിരിക്കും കിട്ടുക. ഇവിടെ 35 വരും, 58 ന് 35 മൈനസ് 23 വരും. അപ്പം നമുക്ക് ഈ നമ്പർ കിട്ടി 58 ആണ്. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് എന്താണ്? ഈ 58നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന റിമൈൻഡർ. നമുക്കറിയാം 8 × 7 56 ആണ്, റിമൈൻഡർ 2 ആണ്. നമുക്ക് ആൻസർ കിട്ടി, 2 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ്. ഇനി ഇതല്ല, 35ൻ്റെ ഇരട്ടി 70 വന്നു, 70 + 23 വരുമ്പോൾ 93 വന്നു. ഈ 93യുടെ കേസും ചെയ്ത് നോക്കുക. 93 ഡിവൈഡഡ് ബൈ 7 ചെയ്യുമ്പോൾ 13 × 7 91 വന്നു, റിമൈൻഡർ 2 വന്നു. ഏത് കേസ് എടുത്താലും 2 ആണ്. ഓപ്ഷൻ ഡി ആണ്. ആറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The area of a square plot is 6050 square meters. The length of its diagonal in meters is. Option A 100, option B 120, option C 130, option D 110. ഒരു സമചതുരത്തിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. സമചതുരത്തിന്റെ ഏരിയ A² ആണ്, വശം × വശമാണ്. 6050 m² ആണ് തന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഡയഗണൽ കാണാൻ പറഞ്ഞാൽ ഡയഗണലിന്റെ ഇക്വേഷൻ D = √2a ആണ്. ഇക്വേഷൻ അറിയാമെങ്കിൽ ഈസി അല്ലേ? ഇതിൽ നിന്ന് എയുടെ വാല്യൂ കണ്ടെത്തുക, അത് × √2 ചെയ്താൽ മതി. ഇനി ഈ ഇക്വേഷൻ ഓർക്കുന്നില്ലെങ്കിൽ തന്നെ ഈ ഒരു പടം വരച്ചതിന് ശേഷം ഈ ഒരു ഫിഗറിൽ നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ നമുക്ക് പൈതഗോറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. അതായത് A² + A², ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി ഈ ലെങ്ത് കിട്ടാനായിട്ട്, ഡയഗണൽ കാണാൻ വേണ്ടി. അപ്പോൾ ഇത് 1a² ആണ്, ഇത് 1a² ആണ്. 1a² + 1a² എന്ന് പറഞ്ഞാൽ √2a² വരും. ഇതിൽ നിന്ന് √2 × a²ന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും a വന്നു √2 എന്ന് വരും. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയത്തില്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇപ്പം ഡയഗണലിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇനി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല, അതുകൊണ്ട് തന്നെ നമുക്കിത് ഫാക്ടറൈസ് ചെയ്ത് നോക്കണം. 6050. ഈ 6050നെ ഞാൻ ഫസ്റ്റ് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ എന്ത് വരും? 605. ഈ ഒരു 0 പോകും, 605 വരും. ഈ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 12 × 5 ആണ് 60, 1 1 121. 121 എന്ന് പറയുന്നത് 11ന്റെ സ്ക്വയർ ആണെന്നറിയാം, 11 × 11 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 10 എന്ന് പറയുന്നതിനെ ഞാൻ പ്രൈം ഫാക്ടേഴ്സ് ചെയ്യുമ്പോഴത്തേക്ക് 5 × 2 അല്ലേ 10. 5 × 2 × 5 × 11 × 11 ആണ്. ഇതിനെ നമ്മളിനി പെയർ ചെയ്യും. അതായത് ഈ 5ഉം 5ഉം ഇതിൽ നിന്ന് 5 പുറത്ത് വന്നു, ഇതിൽ നിന്ന് 11 വന്നു. ഇനി ഒറ്റയ്ക്ക് നിൽക്കുന്നത് √2 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് 11 × 5 55 √2 എന്ന് പറഞ്ഞു. അപ്പോൾ എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു വശം എന്ന് പറയുന്നത് 55 √2 ആണ്. ഇനി ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ √2 കൊണ്ട് √2 കൊണ്ട് എയുടെ വാല്യൂ, അതായത് ഇത്രയുമാണ് എയുടെ വാല്യൂ, 55 √2. ഇനി ഇവിടെ നോക്കിയാൽ √2 × √2 വാല്യൂ എന്താണ്?
2 ആണ്. 55 ഇൻറ്റു 2 വന്നു 110 വന്നു. അപ്പോൾ ഡയഗണൽ ഇതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 110 ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ഇവിടെ √2 ഇൻറ്റു √2 എങ്ങനെ വന്നെന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി √2 ഇൻറ്റു √2 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2 4 ആണ്. √4 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളിവിടെ ഫാക്ടറൈസ് ചെയ്തു. അതിൽ നിന്ന് 55 √2 ആണ്. അത് ഒരു വശം നിന്ന് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞാൽ √2 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ 55 ഇൻറ്റു 2 വന്ന് 110. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 7th question. The mean proportional between 25 and 81 is option A 40, option B 50, option C 45, option D none of this. ഇവിടെ ചോദിച്ചിരിക്കുന്നത് 25-81ന്റെ മീൻ പ്രൊപ്പോർഷനാണ്. ഈ രണ്ട് നമ്പേഴ്സിന്റെ മീൻ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ജോമെട്രിക് മീൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടത് ഫസ്റ്റ് 25 ഇൻറ്റു 81 ഇത് തമ്മിലുള്ള പ്രൊഡക്റ്റ്, അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. അപ്പോൾ ഒന്നുകിൽ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഇവിടെ ഇത് ഈസിയാണ്, കാരണം 25 എന്ന് പറഞ്ഞാൽ 5ന്റെ സ്ക്വയർ അല്ലേ, അതിൽ നിന്ന് 5 വന്നു. ഇൻറ്റു 81 എന്ന് പറയുന്നത് 9ന്റെ സ്ക്വയർ അല്ലേ, 9 ഇൻറ്റു 9 ആണ് 51, അതിൽ നിന്ന് 9 വന്നു. 9 ഇൻറ്റു 5 45. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഓർക്കുക, ജോമെട്രിക് മീൻ അല്ലെങ്കിൽ മീൻ പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഇവിടെ എ ആൻഡ് ബി ആണെങ്കിൽ സ്ക്വയർ റൂട്ട് ഓഫ് എ ഇൻറ്റു ബി ചെയ്യുക. 8th question. How many times in a day the hands of the clock at right angles? Option A 22, option B 40, option C 44, option D 46. അപ്പോൾ ഈ ഒരു കേസിൽ ഇങ്ങനത്തെ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഒന്ന്, റൈറ്റ് ആംഗിൾസ് ഫോം ചെയ്യുക. അതിൻ്റെ എക്സാമ്പിളാണ് 3 മണി. അതായത് മണിക്കൂർ സൂചി മിനിറ്റ് സൂചിയും കൂടെ ഇവിടെ 90 ഡിഗ്രിയാണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇതാണ് റൈറ്റ് ആംഗിൾസ്. ഈ കേസ് വരുവാണെങ്കിൽ ഒരു ദിവസം എത്ര പ്രാവശ്യം വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 44 ടൈംസ്, 44 പ്രാവശ്യം. ഇനി മറ്റൊന്ന് ചോദിക്കുന്നത് ഇൻലൈനിൽ വരിക, അതായത് ഒന്നിൻ്റെ പുറത്തൊന്ന് ഓവർലാപ്പ് ചെയ്ത രീതിയിൽ. എക്സാമ്പിൾ 12 മണി, മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഒരുപോലെ വരുന്നു. ഇത് 22 ടൈംസ് ഒരു ദിവസം വരുന്നതാണ്. ഇനി ഇതുപോലെ തന്നെ ചോദിക്കാൻ മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, അതായത് ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇതുപോലെ ഓപ്പോസിറ്റ് രീതിയിൽ വരിക. അതിന് എക്സാമ്പിൾ 6 മണിയാണ്. ഇത് ചോദിച്ചാലും എത്രയാണ്? 22 ടൈംസ്. അപ്പോൾ ഈ 3 ടൈപ്പിൽ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാവുന്നത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ദിവസം മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും 90 ഡിഗ്രി ഫോം ചെയ്യുക, റൈറ്റ് ആംഗിൾ വരുന്നതാണ്. 44 ടൈംസ് ആണ്, 44 പ്രാവശ്യമാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് ഒരു മണിക്കൂറിൽ ഇങ്ങനെ 2 പ്രാവശ്യം വരും. അപ്പോൾ ഒരു മണിക്കൂറിൽ 2 പ്രാവശ്യം. ഇപ്പോൾ ഒരു ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും 24 മണിക്കൂറാണുള്ളത്. 24 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 48 വരും. പക്ഷെ 48 പ്രാവശ്യമല്ല, 44 ആണ് ആൻസർ. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കും 3 മണിക്കും ഇടയിൽ, അതുപോലെ തന്നെ 8 മണിക്കും 9 മണിക്കും ഇടയിൽ 2 പ്രാവശ്യമില്ല, ഒരു പ്രാവശ്യമേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ 2 പ്രാവശ്യം കുറഞ്ഞു. 24 മണിക്കൂർ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ടൈം, ഈ 2 ടൈമുകൾ 2 പ്രാവശ്യം ആവർത്തിക്കത്തില്ലേ? അങ്ങനെയാണ് ടോട്ടൽ 4 ടൈംസ് ഈ 2 പ്രാവശ്യം വരിക എന്നുള്ളത് ഒരു പ്രാവശ്യമേ വരത്തുള്ളൂ. ഇതിൽ നിന്നാണ് 4 പ്രാവശ്യം നമ്മൾ മൈനസ് ചെയ്ത് 44 വരിക. അപ്പോൾ ഇവിടുത്തെ ആൻസർ 44 ആണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടുള്ള വീഡിയോ നമ്മൾ ക്ലോക്കിൻ്റെ ടോപ്പിക് വൈസുള്ള ക്ലാസ്സസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻസ് ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ കാണാം. 9th question. 5 men can do a job in 16 days. If 3 more men join them, then the number of days required to complete the work. Option A 6, option B 10, option C 5, option D 13. ഇവിടെ പറയുന്നത് 5 ആണുങ്ങൾ ജോലി ചെയ്യുമ്പോൾ 16 ദിവസം കൊണ്ട് ആ ജോലി തീരും. ഇനി 3 പേരും കൂടി വന്നു. 5ൻ്റെ കൂടെ 3 പേരൂടെ വന്നു കഴിഞ്ഞാൽ ടോട്ടൽ 8 പേരായി. 8 ആളുകളുണ്ട്. അത് എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കുമെന്നാണ് ചോദിക്കുക. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് M1 D1 = M2 D2. ഇവിടെ 3 അല്ല, 5 + 3 8 പേരാണുള്ളത്. ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? 8 × 2 ആണ് 16. X = 5 × 2 10. ഇവിടെ 10 ആണ് ആൻസർ. 10 ദിവസം കൊണ്ടാണ് ഈ ജോലി തീർക്കാൻ പറ്റുക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 10th question. A train crosses a signal post in 12 seconds when the speed of the train was 60 km/h. Then the length of the train in meters. Option A 200, option B 150, option C 250, option D 300. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ട്രെയിൻ സിഗ്നൽ പോസ്റ്റിനെ കവർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെ സിഗ്നൽ പോസ്റ്റിനെ ക്രോസ് ചെയ്യുന്നത് 12 സെക്കൻഡ് കൊണ്ട്, അതായത് ടൈം തന്നിട്ടുണ്ട് 12 സെക്കൻഡ്. ഈ ട്രെയിനിൻ്റെ സ്പീഡ് തന്നിട്ടുണ്ട് 60 km/h. കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്. ഒരു സിഗ്നൽ പോസ്റ്റിനെ ക്രോസ് ചെയ്യുന്ന കേസിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആയിരിക്കും. അപ്പം ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. ഡിസ്റ്റൻസ് കാണാൻ വേണ്ടി സ്പീഡ് ഇൻറ്റു ടൈം ചെയ്താൽ മതി. അപ്പോൾ ഇക്വേഷൻ നമുക്കറിയാം. ഇനി നമ്മൾ നോക്കേണ്ട യൂണിറ്റ് ആണ്. അപ്പം ടൈം സെക്കൻഡ്സിലാണ്. ഇനി സ്പീഡ് തന്നിരിക്കുന്നത് km/h. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്ന ലെങ്ത് ഓഫ് ദ ട്രെയിൻ മീറ്റേഴ്സിലാണ്.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറണം. അതിനുവേണ്ടി 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, സ്പീഡ് ഇവിടെ തന്നിരിക്കുന്നത് 60 ആണ്. 60നെ യൂണിറ്റ് കൺവേർഷന് വേണ്ടി 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 12 സെക്കൻഡ്. ഇവിടെ എന്ത് വരും, 12ഉം 18ഉം നമുക്ക് 6 കൊണ്ട് കട്ട് ചെയ്യാൻ പറ്റും. 6 × 2 12 ആണ്, 6 × 3 18 ആണ്. ഇനി 3ഉം 60ഉം തമ്മിൽ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 3 × 2 ആണ് 6, അതുകൊണ്ട് 20 വരും. ഇത് 5 × 2 10 ആണ്, 20 × 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 വരും. അപ്പം 200 മീറ്റേഴ്സ്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ എന്ന് പറഞ്ഞാൽ 200 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ. 11th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട്. ഓപ്ഷൻ എ റംബുട്ടാൻ, ഓപ്ഷൻ ബി പിസ്താഷ്യോ, ഓപ്ഷൻ സി ലോങ്കൻ, ഓപ്ഷൻ ഡി ലിച്ചി. ഇവിടെ പറയുന്നത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത്? ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ, പിസ്ത. അതിന്റെ റീസൺ എന്താണ്? അതൊരു ഡ്രൈഡ് ഫ്രൂട്ട് ആണ്. അപ്പം നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ വാട്ടർ കണ്ടന്റ് റിമൂവ് ചെയ്ത ഫോമാണ്. ബാക്കി റംബുട്ടാൻ, ലോങ്കൻ, ലിച്ചി എന്ന് പറയുന്നത് ആ എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് ഫ്ലഷി ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്, പിസ്താഷ്യോ. 12th ക്വസ്റ്റ്യൻ, ഇഫ് ഇന്ത്യ ഈസ് കോൾഡ് ആസ് IOFLE, then how is China coded? 4 ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യ എങ്ങനെയാണ് ഈ രീതിയിൽ കോഡ് ചെയ്തിരിക്കുക, അതിൻ്റെ റിലേഷൻ കണ്ടെത്തുക, അതനുസരിച്ച് ചൈന കോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുക, ഐക്ക് മറ്റു ചേഞ്ച് ഒന്നുമില്ല, 0 ഞാൻ കൊടുത്തു, ഐക്ക് ഐ തന്നെ വന്നു. നെക്സ്റ്റ് NO, N കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ ആണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് 1 എന്ന് കൊടുത്തു. D കഴിഞ്ഞിട്ട് EF, സെക്കൻഡ് ലെറ്റർ ആണ് വന്നിരിക്കുന്നത്, 2. അപ്പോൾ ഇവിടെ തേർഡും ഇവിടെ ഫോർത്തും ആണോ നോക്കിയാൽ പോരെ. ഐ കഴിഞ്ഞിട്ട് JKL, മൂന്നാമത്തെ ലെറ്റർ ആണ്. A കഴിഞ്ഞിട്ട് BCDE, നാലാമത്തെ ലെറ്റർ വന്നു. അപ്പോൾ റിലേഷൻ നമുക്ക് മനസ്സിലായി. അങ്ങനെ നമുക്ക് കോഡ് ചെയ്യാം. സിയുടെ കേസിൽ സി തന്നെ വരും, എച്ച് കഴിഞ്ഞ് ഐ വരും, ഐ കഴിഞ്ഞിട്ട് JK, രണ്ടാമത്തെ ലെറ്റർ വന്നു. ഇവിടെ മൂന്നാമത്തതാണ്, N കഴിഞ്ഞിട്ട് OPQ വരും, Q വന്നു. എയുടെ കേസിൽ എന്താണ്, ഇ തന്നെ വരും, 4 ലെറ്റർ കഴിയുമ്പോഴത്തേക്കും. നാലാമത്തെ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഇ ആണ്. അപ്പം CIKQE, ഓപ്ഷൻ എ ആണ് ആൻസർ. 13th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പർ. 6, 14, 45, 184. അപ്പോൾ നെക്സ്റ്റ് നമ്പർ ആണ് കാണേണ്ടത്. ഓപ്ഷൻ എ 552, ഓപ്ഷൻ ബി 229, ഓപ്ഷൻ സി 139, ഓപ്ഷൻ ഡി 925. അപ്പോൾ ഇതൊരു ഇതിൻ്റെ റിലേഷൻ കണ്ടെത്താൻ ഇത്തിരി ഡിഫിക്കൽട്ട് ആണ്. ഇവിടുത്തെ റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് 5 × 1 5 വരും, 5 + 1 6 വന്നു. നെക്സ്റ്റ് ഇനി ആറാമത്തെ 6 എടുത്തു, 6 × 2 12 വന്നു, 12 + 2 14 വന്നു. ഇനി 14 × 3 + 3 വന്നു, 45. ഇനി 45 × 4 അതേ + 4 184 വന്നു. അപ്പോൾ ഇനി നെക്സ്റ്റ് ഇനി എന്തായിരിക്കും വരിക, 184 × 5 വരും +5. 184 × 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 920 ആണ്. 920 + 5 925 വന്നു. ഇതാണ് ഇതിന്റെ റിലേഷൻ. ഇവിടുത്തെ നെക്സ്റ്റ് നമ്പർ, മിസ്സിംഗ് നമ്പർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി 925 ആണ്. 14th വൺ, വാട്ട് വിൽ കം ഇൻ ദ പ്ലേസ് ഓഫ് ക്വസ്റ്റ്യൻ മാർക്ക് ഇൻ ദ ഫോളോയിങ് ലെറ്റർ സീരീസ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ മാർക്കിന് പകരം ഈ ലെറ്റർ സീരീസിൽ വരുന്നത് എന്താണ് കണ്ടെത്തേണ്ടത്? IFO, IGP, IGN, JFN, ഇവയാണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പാറ്റേൺ നോക്കും. ഇവിടെ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ CDEF, അപ്പം മിഡിലിൽ വരിക എന്തായിരിക്കും, F കഴിഞ്ഞിട്ട് G ആയിരിക്കും. അപ്പോൾ ഓപ്ഷനിൽ BO CO ആണ് ആകാനുള്ള ചാൻസ്. ഈ 2 കേസിലും ഫസ്റ്റ് ലെറ്റർ എന്താണ്, I ആണ്. ഇനി നമുക്ക് ഇതോടെ കോഡ് എന്താണ് ഇതിൻ്റെ റിലേഷൻ എന്താണെന്ന് കണ്ടെത്തിയാൽ മതി. ഇവിടെ നോക്കുക, Q കഴിഞ്ഞിട്ട് T, Q കഴിഞ്ഞിട്ട് RST, T കഴിഞ്ഞിട്ട് UV കഴിഞ്ഞിട്ട് W. അപ്പോൾ ഇവിടെ 2 ലെറ്ററിൻ്റെ ഡിഫറൻസ് ആണുള്ളത്. അപ്പോൾ ഇവിടെ വരാനുള്ള ചാൻസ് PON ആണ്. P കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെറ്റർ ആണ് Q. അപ്പോൾ ഇവിടുത്തെ ആൻസർ N ആയിരിക്കും, N കഴിഞ്ഞിട്ട് OPQ. അപ്പോൾ ഇവിടുത്തെ ആൻസർ IGN ആണ്, ഓപ്ഷൻ സി ആണ് ആൻസർ. 15th ക്വസ്റ്റ്യൻ, ഇഫ് ഡാഷ് ഈസ് ടു ബൈ ആസ് ഗ്ലാൻഡ് ഈസ് ടു ഡാഷ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡാഷ് ഈസ് ടു ബൈ, ഗ്ലാൻഡ് ഈസ് ടു ഡാഷ്, ഇതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ബൈൽ എന്ന് പറയുന്നത് ഒരു ഗ്രീനിഷ് യെല്ലോ സെക്രീഷൻ ആണ്, ദാറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ. ലിവർ ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഇൻഡസ്ട്രീനിൽ ചെല്ലുന്നു, ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസിനകത്ത് ഫസ്റ്റ് കിഡ്നി, സ്പ്ലീൻ, ലിവർ, ഇതിലേതാണ് വരിക? ഇവിടെ ലിവർ ആണ് വരിക. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി CO DO ആകാം ആൻസർ. ഇനി ലിവറും ബൈൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ ഗ്ലാൻഡ് എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? യൂറിൻ ഹോർമോൺ. ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ആണ്. ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡിന് എക്സാമ്പിൾ ആണ് അഡ്രീനൽ ഗ്ലാൻഡ്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഹോർമോൺ ആണ് അഡ്രിനാലിൻ. അപ്പോൾ ഇവിടെ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഹോർമോൺ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ എന്താണ്? ലിവർ ഈസ് ടു ബൈ, ഗ്ലാൻഡ് ഈസ് ടു ഹോർമോൺ. ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി. 16th വൺ, if 4th of the month falls on Sunday, what day will be the 7th day after 23rd of the month? ഓപ്ഷൻ എ ഫ്രൈഡേ, ഓപ്ഷൻ ബി സൺഡേ, ഓപ്ഷൻ സി തേഴ്സ്ഡേ, ഓപ്ഷൻ ഡി ട്യൂസ്ഡേ. ഇവിടെ പറയുന്നത് ഒരു മാസത്തിലെ 4ാം തീയതി സൺഡേ, ഞായറാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ
ആ മാസത്തിലെ 23-ാം തീയതി കഴിഞ്ഞുള്ള 7ാമത്തെ ദിവസം ഏത് ദിവസമെന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കലണ്ടറിൽ ഒരു മാസത്തിൽ 4-ാം തീയതി കഴിഞ്ഞതിനോട് ഒരാഴ്ചയിൽ 7 ദിവസമാണ്. 7 ആഡ് ചെയ്യുന്ന ദിവസങ്ങളെല്ലാം തന്നെ സൺഡേ വരും. അതായത് 7 + 4 11 വരും, 11 + 7 18 വരും, 18 + 7 25 വരും. അപ്പോൾ ഈ മാസത്തിൽ 4, 11 എല്ലാ മാസത്തിലും 4, 11, 18, 25 എന്ന് പറയുന്നത് സൺഡേ ഞായറാഴ്ച ആയിരിക്കും. അപ്പോൾ ഇവിടെ 4-ാം തീയതി പോലെ തന്നെ 25-ാം തീയതിയും ഈ മാസം സൺഡേ ആണ്. ഇനി നമുക്കിവിടെ വേണ്ടത് 23rd ആണ്. 23, 24, 25 ഇത് സൺഡേ ആണെങ്കിൽ ഇത് ഫ്രൈഡേ ആയിരിക്കത്തില്ലേ? ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ. ഇനി 23-ാം തീയതി കഴിഞ്ഞുള്ള 7ാമത്തെ ദിവസമാണ് ചോദിക്കുക. അതും എന്തായിരിക്കും? ഫ്രൈഡേ തന്നെ ആയിരിക്കും. നമുക്കൊന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7. 23-ാം തീയതി ഫ്രൈഡേ വന്നു, സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. 7th ഡേ ആണ് നമ്മളോട് ചോദിച്ചത്. ഓപ്ഷൻ എ ആണ് ആൻസർ, ഫ്രൈഡേ. 17th one. A man walked 500 meter west of his house and then turned south and walked 700 meter. Then he turned east and walked 600 meter and finally 100 meter to the west. How far is he from the initial position? Option 600 meter, 1200 meter, option C 700 meter, option D 100 meter. Directions നമുക്ക് അറിഞ്ഞിരിക്കണം. നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. ഇനി നമുക്കിത് കറക്റ്റായിട്ട് വരച്ചു കഴിഞ്ഞാൽ ആൻസർ ഈസി ആയിട്ട് കിട്ടും. അപ്പം എ മാൻ വാക്ക് 500 meter വെസ്റ്റ് ഓഫ് ഹിസ് ഹൗസ്. അപ്പം വെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനാണ്. ഇതാണ് വീടെന്ന് വെക്കുക. ഇവിടെ നിന്ന് വെസ്റ്റ് ഈ ഡയറക്ഷനിൽ സഞ്ചരിച്ചു 500 meter. ഇനി ഇവിടെ നിൽക്കുവാണ്, അദ്ദേഹം സൗത്തിലേക്ക് ടേൺ ചെയ്തു. സൗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഡയറക്ഷൻ. ഇവിടെ നിന്ന് നേരെ സൗത്തിലേക്ക് വന്നു. അത് 700 meter ആണ് സഞ്ചരിച്ചത്. ഈ ഒരു ഡയറക്ഷനിലാണ് ഇപ്പം നിൽക്കുന്നത്. ദെൻ ഹി ടേൺഡ് ഈസ്റ്റ്. ഈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയറക്ഷനാണ്. ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട്. ഇത് 600 meter. 600 meter ആണ് സഞ്ചരിച്ചിരിക്കുന്നത്. ഈ ഡയറക്ഷനിൽ നിൽക്കുവാണ്. ഫൈനലി 100 meter ടു ദ വെസ്റ്റ്. ഇവിടെ നിന്ന് വെസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇങ്ങോട്ട് 100 meter. ഇങ്ങോട്ട് 100 meter സഞ്ചരിച്ച് ഇവിടെ വന്ന് നിൽക്കുവാണ്. ഇത് ടോട്ടൽ 600. ഇതിനകത്തുനിന്ന് ഇവിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 500 ഉള്ളൂ. 100 മൈനസ് ചെയ്ത് ഇങ്ങോട്ട് വന്നു. ഇനി ഹൗ ഫാർ ഈസ് ഹി ഫ്രം ദി ഇനിഷ്യൽ പൊസിഷൻ? ഇനിഷ്യൽ പൊസിഷൻ ഇതാണ്, ഫൈനൽ പൊസിഷൻ ഇതാണ്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിക്കുന്നത്. ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താണ്? 700 അല്ലേ? ഇതിന് ഈക്വൽ ആണ് ഇത് 700. ഓപ്ഷൻ സി ആണ് ആൻസർ. 18ാമത്തെ ക്വസ്റ്റ്യൻ. എസ് ആൻഡ് ടി ആർ ബ്രദേഴ്സ്, യു ആൻഡ് ബി ആർ സിസ്റ്റേഴ്സ്. ദി സൺ ഓഫ് എസ് ഈസ് ബ്രദർ ഓഫ് ബി. ടി ഈസ് റിലേറ്റഡ് ടു യു എസ്. ഓപ്ഷൻ എ ബ്രദർ, ഓപ്ഷൻ ബി അങ്കിൾ, ഓപ്ഷൻ സി സൺ, ഓപ്ഷൻ ഡി ഫാദർ. നമുക്ക് ഈ റിലേഷൻ ഒന്ന് വരച്ച് നോക്കാം. എസും ടിയും ബ്രദേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. എസും ടിയും ബ്രദേഴ്സ്. യു ആൻഡ് ബി ആർ സിസ്റ്റേഴ്സ്. യുവും ബിയും സിസ്റ്റേഴ്സ് ആണെന്ന് തന്നിട്ടുണ്ട്. ദ സൺ ഓഫ് എസ്, അപ്പം എസിന്റെ മകൻ സൺ എന്ന് പറയുന്നത് ബിയുടെ ബ്രദർ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, ഇവർ സിബ്ലിങ്സ് ആണ്. ഇവരുടെ ഫാദർ ആണെന്ന് പറയാം എസ്. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ടി യു ആയിട്ടുള്ള റിലേഷൻ. അപ്പം യുവിൻ്റെ അച്ഛൻ്റെ സഹോദരനല്ലേ ടി എന്ന് പറയുന്നത്. ഇവിടുത്തെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ ബി വരും, അങ്കിൾ. 19th one. Exercise, movement, lethargic, dash. Options energetic, assertive, bold, apathetic. എക്സസൈസ് മൂവ്മെന്റ് എന്ന് പറയുന്നത് സിമിലർ വേർഡ്സ് ആണ്. അപ്പോൾ സിനോണിയം ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ ലിതർജിക്കിനോട് സിമിലർ മീനിങ് ഉള്ള വേർഡ് ഓപ്ഷനിൽ നിന്ന് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നിരിക്കുന്നത് എനർജറ്റിക്. എനർജറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് ആണ്. അസർട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മീനിങ് ആണ് കോൺഫിഡൻറ്റ്. ബോൾഡ്, ഷോയിങ് എബിലിറ്റി ടു ടേക്ക് റിസ്ക്. നെക്സ്റ്റ് അപ്പത്തറ്റിക്. അപ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ അൺഇൻട്രസ്റ്റഡ്, താല്പര്യമില്ലായ്മ. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം എനർജറ്റിക്, അസർട്ടീവ്, ബോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തന്നെ കോൺഫിഡൻറ്റ്, ആക്റ്റീവ്, ആ ഒരു മീനിങ് ആണ് വരിക. ലെതർജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാക്റ്റീവ് എന്നാണ് മീനിങ്. അപ്പത്തറ്റിക് എന്ന് പറഞ്ഞാൽ അൺഇൻട്രസ്റ്റഡ്, താല്പര്യമില്ലായ്മ. അപ്പോൾ ഇവിടെ ലെതർജിക്കിനോട് സിമിലർ ആയിട്ട് വരുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ് അപ്പത്തറ്റിക്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫാബുലസ്, ബോറിംഗ്, ഇമാജിനറി, ഡാഷ്. ഓപ്ഷൻ എ റിയൽ, ഓപ്ഷൻ ബി ഫിക്ഷസ്, ഓപ്ഷൻ സി മെയ്ഡ് അപ്പ്, ഓപ്ഷൻ ഡി മിഥിക്കൽ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫാബുലസ്, ബോറിംഗ്. ഫാബുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലന്റ്. അപ്പോൾ ഫാബുലസ്, ബോറിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് ഓപ്പോസിറ്റ് മീനിങ് ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ആന്റോണിയംസ് ആണ്. അപ്പോൾ ഇമാജിനറിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന മീനിങ് വരുന്ന വേർഡാണ് വേണ്ടത്. ഇമാജിനറി എന്ന് പറഞ്ഞാൽ സാങ്കല്പികം. ഓപ്ഷൻ എ റിയൽ. റിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? യാഥാർത്ഥ്യം. ഇപ്പം തന്നെ ആൻസർ കിട്ടിക്കാണ് ഓപ്ഷൻ എ അല്ലേ ആൻസർ വരിക. നോക്കാം ബാക്കി ഓപ്ഷൻസ് ഇവിടെ. ഓപ്ഷൻ ബി ഫിക്ഷേഴ്സ്. ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നോവലാണ്. ഫിക്ഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാബ്രിക്കേറ്റഡ് ആണ്. ഓപ്ഷൻ സി മേഡപ്പ്. മേഡപ്പിന്റെ മീനിങ്ങും ഫാബ്രിക്കേറ്റഡ് ആണ്. മേഡപ്പ് സ്റ്റോറി, എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, അതുപോലെ.
ഓപ്ഷൻ ഡി മിത്തിക്കൽ. മിത്തിക്കലിന്റെ മീനിങ്ങും ഇമാജിനറി ഒരു ഫിക്ഷേഴ്സ് ആണ്. ഇവിടെ തന്നെ നോക്കുമ്പോൾ പറയാം ഫിക്ഷേഴ്സ് മെയ്ഡ് മിത്തിക്കൽ എന്ന് പറയുന്ന എല്ലാം തന്നെ സിമിലർ മീനിങ് ആണ്. ഇമാജിനറിയുടെ ഓപ്പോസിറ്റ് എന്ത് വരും? റിയൽ. ഓപ്ഷൻ എ ആണ് ആൻസർ. ഇന്ന് നമ്മൾ 2019 ഡെപ്യൂട്ടി കളക്ടർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം നമുക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.